ഇടതുപക്ഷ നേതാവും മുൻമന്ത്രിയുമായ ആന്റണി രാജുവിന് ഇന്ന് നിർണായകമായ ദിനമാണ്. ആന്റണി രാജു പ്രതിയായ തൊണ്ടിമുതൽ കേസിൽ നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി വിധി പറയും. മയക്കുമരുന്ന് കേസിലെ പ്രതിയായ വിദേശിയെ സഹായിക്കാൻ തൊണ്ടിമുതലായ അടിവസ്ത്രം നശിപ്പിച്ചു എന്നതാണ് കേസ്. ശ്രീനന്ദ തുടരുകയാണ്. ശ്രീനന്ദ, നമ്മൾ നേരത്തെ പറഞ്ഞു തുടങ്ങിയിരുന്നു, വളരെ നിർണായകമായ മുൻമന്ത്രിയായ ആന്റണി രാജുവിന് ഇന്ന് വളരെ നിർണായകമായ ദിവസം. എപ്പോഴേക്കും നമുക്ക് വിധി പ്രതീക്ഷിക്കാം? രാഖി, ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഇതിലൊരു വിധി ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം കഴിഞ്ഞ 10 വർഷമായി നടക്കുന്ന ഒരു കേസാണിത്. ഈ ഒരു കേസ് കഴിഞ്ഞ മാസം 10-ാം തീയതിയാണ് കേസിൻ്റെ ഒരു കൃത്യമായ റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കുന്നതും മറ്റ് നടപടികളൊക്കെ ഉണ്ടാകുന്നതും. ഈ കേസിൻ്റെ ഒരു ബ്രീഫിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മുൻപ് പറഞ്ഞു 1990-ലാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഒരു ലണ്ടനിൽ നിന്ന് വന്ന ഒരു വിദേശിയായ ഒരു യുവാവ്, അയാൾ മയക്കുമരുന്ന് തൻ്റെ അടിവസ്ത്രത്തിൽ പിടിപ്പിച്ചുകൊണ്ട് മയക്കുമരുന്ന് കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അയാളെ വിമാനത്താവളത്തിൽ വെച്ച് തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുകയുണ്ടായി. ശേഷം ഏറ്റവും വലിയ തെളിവായിരുന്നു ഈ തൊണ്ടിമുതലായ ഈ അടിവസ്ത്രം. ഈ അടിവസ്ത്രമാണ് കോടതിയുടെ സ്ട്രോക്ക് റൂമിൽ നിന്ന് ആന്റണി രാജുവും അതുപോലെ തന്നെ കോടതി ജീവനക്കാരനായ ജോസും ചേർന്ന് അവിടെ നിന്ന് മാറ്റുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഈ ഒരു ആന്റണി രാജു എന്ന് പറയുന്നത് ആ ഒരു കേസിലെ പിന്നീട് ആദ്യം ഹാജരായത് വളരെ പ്രമുഖയായ ഒരു വക്കീലാണ്. ശേഷം ഹാജരായതായിരുന്നു ഈ ജൂനിയർ അഭിഭാഷകനായ ആന്റണി രാജു. ഇപ്പോൾ മന്ത്രിയായിരുന്നു അദ്ദേഹം. ഇദ്ദേഹവും ഈ കോടതി ജീവനക്കാരനും കൂടെ ചേർന്നിട്ടാണ് ഈ കൃത്രിമമായി വേറൊരു തൊണ്ടിമുതൽ അവിടെ സ്ഥാപിക്കുകയും ഈ കേസിന്റെ ദിനം എത്തിയപ്പോഴേക്കും ഈ തൊണ്ടിമുതൽ ഈ പ്രതിക്ക് ഒട്ടും തന്നെ ചേരുന്നില്ല എന്ന് കണ്ടതോടുകൂടി ഈ കേസ് തള്ളിപ്പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ശേഷം ഈ പ്രതിയായ ഈ വിദേശിയായ യുവാവ് തിരികെ ലണ്ടനിലേക്ക് പോവുകയും ലണ്ടനിൽ അദ്ദേഹം വേറൊരു മയക്കുമരുന്ന് കേസിൽ പ്രതിയായി ജയിലിലാക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ സമയത്ത് അവിടുത്തെ സഹതടവുകാരനോട് തനിക്ക് കേരളത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും അവിടെ തന്നെ രക്ഷിച്ചത് ഇന്നയാളാണെന്നുമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇങ്ങനെ ഒരു സിനിമാ രീതിയിലാണ് ഈ കഥകളൊക്കെ പോയതെന്ന് ഈ തടവുകാരൻ തന്നെ, ഈ ഒരു വിദേശിയായ യുവാവ് തന്നെ സഹതടവുകാരനോട് ഈ കാര്യം പറയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇങ്ങനെയാണ് ഈ കേസിന്റെ യഥാർത്ഥ വിവരം എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു അടിവസ്ത്രം അവിടെ നിന്നും ഈ സ്ട്രോക്ക് റൂമിൽ നിന്ന് മാറിയ ഒരു സാഹചര്യം ഉണ്ടായതെന്നുള്ള കാര്യമൊക്കെ കൃത്യമായി മനസ്സിലാകുന്നത്. അങ്ങനെയാണ് ഈ കോടതി വീണ്ടും ഈ കേസ് പരിഗണിക്കുകയും ആന്റണി രാജു ഇതിൽ ഒരു കുറ്റക്കാരനാണ് എന്ന് കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ശേഷം ഇദ്ദേഹം നിരവധി തവണ സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒക്കെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതി വരെ സമീപിച്ചിരുന്നു. പക്ഷേ ഈ സുപ്രീം കോടതി പറഞ്ഞു കേസ് നടക്കട്ടെ, കേസ് നടന്ന് എന്താണ് അതിൻ്റെ വിശദമായ വിവരങ്ങൾ എന്നറിയട്ടെ. കാരണം നിസാരവൽക്കരിച്ച് കഴിയാൻ പറ്റുന്ന ഒരു കേസല്ല ഇത്. ഒരു മുൻ മന്ത്രി കൂടിയായ ഒരു വ്യക്തി കൂടിയാണ് ഇതിൽ ഇടപെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസ് കൃത്യമായി തന്നെ അന്വേഷണം. അങ്ങനെ 2006-ലാണ് വീണ്ടും ഇത് തിരുവനന്തപുരം മഞ്ചിയൂർ സെഷൻസ് കോടതിയിലാണ് ഈ കേസ് പരിഗണിക്കുന്നത്. ശേഷം ഒരു 10 വർഷം നീണ്ട ഒരു കേസ് വാദങ്ങൾക്കും ഒക്കെ ഒടുവിലാണ് കഴിഞ്ഞ മാസം 10-ാം തീയതി ഈ കേസിന്റെ ഒരു കൃത്യമായ റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കുന്നത്.